ചെക്ക് പ്രിൻ്റ് വരുന്ന ക്ലോത്ത് കൊണ്ട് ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിലൊരു വെസ്റ്റേൺ ടൈപ്പ് മോഡലുള്ള ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ചെക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഇടുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. ആൺകുട്ടികൾക്ക് ഇടുന്നതിനാണ് ഒരു ഭംഗി കൂടുതൽ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഈ ഒരു ചെക്കിൽ ഇടുന്നത് ഭയങ്കര ഭംഗിയാണ് അല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു 5 മീറ്ററോളം ഈ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അനിയത്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടും രണ്ടാൾക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അധികം ഇറക്കൊന്നുമില്ലാത്ത നമുക്ക് ജീൻസിലേക്കും അതുപോലെ സ്കേർട്ടിലേക്കും ഒക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടോപ്പാണ് ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കാണുമ്പോൾ ഒന്നുകൂടി കട്ടി തോന്നുന്നുണ്ട്, പക്ഷേ നമ്മൾ കൈ കൊണ്ടൊക്കെ തുറന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പറിൽ ഈ ഒരു ന്യൂസ് പേപ്പറിലാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ മോഡലൊന്ന് കട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഒരൊറ്റ പേപ്പർ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ ക്ലോത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നാലാക്കി മടക്കിയിട്ടിട്ടാണ് നമ്മൾ അളവുകളൊക്കെ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ആ ഒരു അളവുകളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ കൊടുക്കുന്നത് കേട്ടോ. ലെങ്ത്ത് ഇപ്പോൾ ഞാൻ നമുക്ക് താഴേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുക പേപ്പറിൽ കിട്ടുന്നില്ല. നമ്മളത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്തിൽ വെച്ചിട്ട് ലെങ്ത്ത് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് 24 ഇഞ്ചാണ്, പക്ഷേ പേപ്പറിൻ്റെ ആ ഒരു ലെങ്ത്ത് 21 ഇഞ്ചുള്ളൂ. അപ്പോൾ അത് നമുക്ക് തുണിയിൽ നമുക്ക് 24 ഇഞ്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യണത് എന്താ വെച്ചാൽ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അടുത്തുള്ള ആ ഒരു സൈഡിൽ നിന്ന് ഈ ഭാഗത്ത് ഏറ്റവും അറ്റത്ത് ഇവിടെ ഒരു 2 ഇഞ്ച് താഴേക്കായിട്ടൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. പേപ്പറിൻ്റെ ഈ ഭാഗത്തുള്ള ലെങ്ത്ത് ആ ഒരു വീതി എന്ന് പറയുന്നത് 26 ഇഞ്ചോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീതി മൊത്തത്തിൽ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അറ്റത്ത് ഞാൻ 2 ഇഞ്ച് താഴേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ അടയാളത്തിലേക്ക് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഷോൾഡറൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കില്ല, ആ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുക, ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കണം. കാരണം നമ്മൾ 2 ഇഞ്ച് താഴേക്കായിട്ട് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്കാവുമ്പോൾ ഇതുപോലെ ചെരിഞ്ഞിങ്ങനെ നമ്മളൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചോക്ക് കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ചെരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു 9 ഇഞ്ച് ഏകദേശം ഒരു 9 ഇഞ്ച് ലെങ്ത്തിൽ ഞാനിത് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരു ഏകദേശം 9-9.5 ഇഞ്ച് ലെങ്ത്തിൽ ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ താഴേക്ക് ഒരു 9.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ഭാഗത്താണ് അടയാളപ്പെടുത്തി താഴേക്ക് ഇപ്പോൾ നമ്മൾ ഒരു 9.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് മോളുടേത് 38ആണ്. അപ്പോൾ നമുക്ക് അതിന് 4 ഭാഗമാക്കിയിട്ട് 9.5 ഇഞ്ചുണ്ട്, അതിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് സാധാരണ 2 ഇഞ്ചൊക്കെ ഇടുന്നത് നമ്മളിവിടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ആ ഒരു ലൂസായിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇനി കൊടുക്കേണ്ടത് ഇതിവിടെ ഒന്നും ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കൈക്കുഴി ഒന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചതേ ഉള്ളൂ. കൈക്കുഴി ഒന്നുമില്ല. അപ്പം ആ ഒരു രീതിയിൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലൊന്ന് ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ സ്ലീവ് റൗണ്ടിൻ്റെ അളവ് കൊടുക്കുക. നമ്മൾ ഫുൾ സ്ലീവിനുള്ള ഇത് കിട്ടും നമുക്കിവിടെ. നമ്മൾ ആ പേപ്പറിൻ്റെ ഫുൾ ലെങ്ത് എടുത്തുകൊണ്ട് ഫുൾ സ്ലീവ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു അളവ്, അതായത് ഫുൾ സ്ലീവിൻ്റെ അവിടെ റൗണ്ട് കൊടുക്കില്ല, സ്ലീവ് റൗണ്ട് ഭാഗം എത്രയാണോ അതിന് 2 ആക്കിയത്, 10 മോൾഡ് 10ആണ്. അപ്പോൾ അതിലേക്ക് 2 ആക്കിയത് 5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് 6.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കണം. ഇതുപോലെ ആ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആദ്യം നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയില്ല, ആ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ച് കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മൾ താഴ്ഭാഗം ടോപ്പിൻ്റെ ഈ പേപ്പറിൻ്റെ താഴ്ഭാഗം അല്ലേ, അവിടെ ഈ നമ്മുടെ ചെസ്റ്റിന് കൊടുത്ത അതേ അളവ് ഇവിടെ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പും അടക്കി നമ്മൾ കൊടുത്തിട്ടില്ല, ആ അളവ് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. പേപ്പറിൻ്റെ എൻ്റെ ഭാഗത്ത് നമ്മുടെ ടോപ്പിൻ്റെ താഴേക്ക് നമ്മൾ നമ്മുടെ ക്ലോത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റാക്കി എടുക്കാം. അതേ അളവ് തന്നെ ചെസ്റ്റിൻ്റെ അതേ അളവ് തന്നെ കൊടുത്തിട്ട് ഇവിടെ നമ്മളൊന്ന് ഈ ഭാഗത്ത്, അതായത് ചെസ്റ്റിൻ്റെ ഭാഗത്തെത്തുമ്പോൾ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് വരച്ച് ചെസ്റ്റിൻ്റെ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അവിടെ ഒരു ഷേപ്പാക്കി ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് ഒരു വളച്ച് ഇങ്ങനെ ഇതുപോലെ വരച്ച് താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ സ്ക്വയറിൽ വരക്കണ്ടല്ലോ, നമ്മളൊന്ന് അവിടെ നിന്ന് ഒരു ചെരിച്ച് ഇങ്ങനെ ഒരു വളഞ്ഞ് വരുന്ന രീതിയിൽ സ്ലീവിൻ്റെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ നമ്മൾ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതേപോലെ നമ്മൾ ഇവിടെയൊക്കെ ഏകദേശം ഒരു 9 ഇഞ്ച്
ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും അങ്ങനെ മൊത്തത്തിൽ 9 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ. ഇനി ഇതാ കറക്റ്റായിട്ട് ആ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അടയാളപ്പെടുത്തിയ ഭാഗം 9 ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയത് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ വരക്കാനുള്ളത്. ഇപ്പോൾ ഈ വരച്ച ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യണം. ആദ്യതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം, എന്നിട്ട് മറ്റേതാ ഈ ഒരു ഭാഗവും, അങ്ങനെ രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. അതായത് ആ പേപ്പറിൽ വരച്ച പോലെ തന്നെ ഈ ഒരു 9 ഇഞ്ച് വീതിയിൽ ഈ ഒരു പാർട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പേപ്പറിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നല്ല ഭാഗം നമ്മളൊന്ന് വരച്ച് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകാതെ വരച്ചിടുക. ഒരു നല്ല ഭാഗം എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. അല്ല നമ്മൾ ക്ലോത്തിൽ തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പേപ്പറിലൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാനാണ് കേട്ടോ. പിന്നെ ഇപ്പുറം ഭാഗം കൂടി ഇതുപോലെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ക്ലോത്തിലൊന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോത്ത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, 4 ആക്കി ഒന്ന് മടക്കിയിട്ട് ഓരോരോ ഭാഗങ്ങൾ, അതായത് നമ്മൾ പേപ്പറിൽ 2 പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പം 2 പീസ് സെപ്പറേറ്റ് നമുക്ക് കട്ട് ചെയ്യണം. അതിന് ആദ്യത്തെ ആ ഒരു പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് ഇതുപോലെ 4 ആക്കി ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ 4 ആക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ടോപ്പ് ഈ പേപ്പറിൽ നമുക്ക് 21 ഇഞ്ചേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എത്രയാണോ ലെങ്ത്ത് നമ്മുടെ ടോപ്പിൻ്റെ എന്നുള്ളത് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ 24 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കി ഈ ടോപ്പിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ആദ്യം നമുക്ക് മുകളിൽ നിന്ന് 24 ഇഞ്ച് ലെങ്ത്തിൽ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ അത്ര കിട്ടാത്തത് കൊണ്ടാണ് അത് അടയാളപ്പെടുത്താഞ്ഞത് കേട്ടോ. 24 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇതിൻ്റെ മുകളിൽ വെക്കാം. നമ്മൾ ആദ്യം ഈ പീസാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ശരി എന്നുള്ള നമ്മൾ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല ഭാഗം ഇതാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേ അളവിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഈ മുകൾ ഭാഗവും ഒക്കെ നമുക്ക് സെയിം ആയിരിക്കും. പക്ഷേ ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്യുമ്പം നമുക്ക് കൂട്ടി തയ്ച്ച് കൊടുക്കാൻ മറ്റേ പീസായിട്ട് കൂട്ടി തയ്ച്ച് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിത് ജസ്റ്റ് പേപ്പറിൻ്റെ അതേ വീതിയിൽ ഇപ്പോൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി കൂടി ഒരു 1/2 ഇഞ്ച് വീതി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. നമുക്ക് മറ്റേ പീസുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗമായതുകൊണ്ട് മറ്റേ ഭാഗമൊക്കെ കറക്റ്റാണ്. നമുക്ക് കൂട്ടി തയ്ക്കാനുള്ള ഭാഗം മാത്രം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് 2 ആക്കി എടുക്കാം. ഒന്ന് ഫ്രണ്ട് ഭാഗത്തേക്കും ഒന്ന് ബാക്ക് ഭാഗത്തേക്കാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തി ഇങ്ങനെ ഇങ്ങോട്ടാണ് താഴോട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ക്ലോത്ത് എന്ന് വെച്ചാൽ ഇതിന് നല്ല വശം ചീത്ത വശം എന്നുള്ള ഒരു ഇതില്ല ഈ ക്ലോത്തിന്. ഇതിന് സെയിം രണ്ടും ഒരുപോലെയാണ് കേട്ടോ ഉള്ളത്. നല്ല വശം ചീത്ത ഭാഗം ഒരേപോലെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്, ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ താഴേക്കുള്ള നമ്മൾ ക്ലോത്ത് ഇങ്ങനെ താഴേക്ക് ഭാഗമുള്ളത് മുകൾ ഭാഗമാണ്, താഴേക്കാണെന്നുള്ളത് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഓരോ ടിപ്സുകൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ പേപ്പറിൽ കട്ട് ചെയ്തിട്ടുള്ള ആ രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഒന്നും കൂടി ഞാൻ അങ്ങനെ 2 ആക്കി മടക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കി 4 ആക്കി ഒന്ന് മടക്കിയിടുന്നുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ നമ്മൾ 4 ആക്കി മടക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേപ്പർ കട്ട് ചെയ്ത് വെച്ച ആ ഒരു രണ്ടാമത്തെ പീസ് എടുത്ത് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെ ഇതാണ് നമ്മൾ രണ്ടാമത്തെ പീസ്. അത് നമുക്ക് എന്ത് ചെയ്യുക, നേരെ അങ്ങ് വെച്ച് കൊടുക്കുകയല്ല ചെയ്യണത്. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഒന്നിങ്ങനെ ചെരിച്ചാണ് ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കുന്നത് ക്ലോത്തിൽ കേട്ടോ. അപ്പം ക്ലോത്ത് ഒരു ചെരിഞ്ഞ രീതിയിലാവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടോ, ഒന്ന് ചെരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പേപ്പർ ഈ ക്ലോത്തിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് ആ 24 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടണം. അത് നമ്മൾ ശ്രദ്ധയിൽ നിന്ന് പോകാൻ പാടില്ല. നമ്മളത് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ മുകളിൽ നിന്ന് ഞാൻ 24 ഇഞ്ച് ലെങ്ത്ത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ആ ഒരു വീതി പേപ്പറിൻ്റെ ഈ താഴ്വശത്തുള്ള വീതി ഉണ്ടല്ലോ അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ ഭാഗത്തുള്ള വീതി നമുക്ക് 24 ഇഞ്ച് ലെങ്ത്തിലും ഇവിടെയും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്താണിത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെ തെന്നിപ്പോവാറുണ്ട്. അപ്പോൾ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെയും നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യണ കൂട്ടി തയ്ച്ചു കൊടുക്കുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം, ഈ ഭാഗം മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇവിടെ വരെ നമുക്ക് ഇതാണ് നമ്മുടെ 24 ഇഞ്ച് ലെങ്ത്ത്. ആ ലെങ്ത്ത് വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ മുകൾ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് തയ്യൽ തുമ്പൊന്നും വേണ്ട. ഈ ഭാഗം കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇത്തിരി ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ഭാഗം കേട്ടോ, ഒരു 1/2 ഇഞ്ച് ഇത്തിരി ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഈ സൈഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പേപ്പറൊന്ന് ജസ്റ്റ് മാറ്റാം. ആണോ, അപ്പോൾ നമ്മുടെ ലൈൻ കണ്ടോ, ആ ചെക്ക് വരുന്നത് ഈ ഒരു ഇങ്ങനെ വേറൊരു ഷേപ്പിലാണ് അല്ലേ. നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് ആ ഒരു ചെക്ക് ഇങ്ങനെ നേരെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കട്ടിങ്ങിൽ നമുക്ക് ഇങ്ങനെ ആ ഭാഗം ഒരു ചെരിഞ്ഞ് വരുന്ന രീതിയിൽ ഈ ഒരു മോഡലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട്. അപ്പോൾ നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ചോക്ക് കൊണ്ട് നമ്മൾ അടയാളം കൊടുത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാവും. ഇനി നമുക്കിത് 2 സൈഡിലേക്കുള്ള ഭാഗമാണ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് ഈ ഒരു പീസ് നമുക്കിത് ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു സൈഡിലും ഈ ഒരു ഭാഗത്ത് ഈ ഒരു പീസും വെച്ച് തയ്ച്ചെടുക്കും. അതേപോലെ മറ്റേ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് മറ്റേ സൈഡിലും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം കണ്ടോ. ഈ രീതിയിൽ വേണം നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് നോക്കി വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ തയ്ക്കേണ്ട ഭാഗം, അപ്പോൾ സ്ലീവൊക്കെ നോക്കണം, സ്ലീവിൻ്റെ ഭാഗം വരുന്ന രീതിയൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് നല്ല ഭാഗത്തേക്ക് തന്നെ മറിച്ച് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തും ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് നമുക്ക് നല്ല ഒന്ന് മുകൾ ഭാഗത്ത് കൂടെ പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കാം. 2 സൈഡും 2 ഭാഗത്തെ പീസും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം. അതുപോലെ തന്നെ ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസും നമുക്കിതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 2 ഭാഗവും നമുക്കിതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഈ സൈഡിലും വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം, ഒന്ന് ഈ സൈഡിലും വെച്ച് തയ്ച്ചെടുക്കാം. നമുക്കിതുപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ മാറിപ്പോവാതിരിക്കുക ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് തയ്ച്ചെടുത്താൽ നമുക്ക് വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഭാഗവും അതും ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒക്കെ ഇതുപോലെ നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ ഒരു ഭാഗം 2 സൈഡും കൂട്ടി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ട് കിട്ടും മോഡൽ. നമ്മൾ ഇങ്ങനെ ചെക്ക് നേരായിട്ട് ഇങ്ങനെ വരണ്ടല്ലോ, 2 സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ഒരു വെറൈറ്റി മോഡലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് മാറ്റി വെക്കാം. ഇത് ഫ്രണ്ട് പീസാണ്. നമുക്ക് ആദ്യം ഈ ഫ്രണ്ട് പീസ് മാത്രമായിട്ടൊന്ന് എടുത്തിട്ട് ഇതിന് നേരെ സെൻറ്ററിൽ ഒന്ന് മടക്കണം. നടുഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. കറക്റ്റായിട്ട് സ്ലീവിൻ്റെ ഭാഗവും നമ്മൾ ബോഡിയുടെ ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ അങ്ങനെ കറക്റ്റായിട്ടൊരു ഇതുപോലെ 2ആയിട്ടൊന്ന് പകുതിയായിട്ട് മടക്കണം. എന്നിട്ട് ഇവിടെ എൻ്റെ ഭാഗത്ത് ഈ ഭാഗത്ത് താഴെ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്കായിട്ട് ഞാനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സൈഡിൽ കേട്ടോ. അതുപോലെ ഈ ഭാഗത്ത്, അതായത് ഫോൾഡായി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ 4 ഇഞ്ച് മുകളിലേക്കായിട്ട്, താഴെ നിന്ന് മുകളിലേക്കായിട്ട് 4 ഇഞ്ച് വീതിയിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 4 ഇഞ്ചിൽ നിന്ന്
ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ 2 ഇഞ്ച് അളവിലേക്ക് ഇങ്ങനെ ചെരിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. അതുപോലെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് നമ്മൾ ആ 4 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ചിലേക്കൊന്ന് വരച്ചു കൊടുത്ത് ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഫ്രണ്ട് പീസിലാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ആ പീസൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്യണം. ഈ ഒരു ഭാഗം നമ്മൾ നടുഭാഗമല്ലേ ക്ലോത്തിൻ്റെ സെൻറ്റർ നമുക്ക് ഇപ്പോൾ അങ്ങനെ ഫോൾഡായി കിടക്കണം. അത് നമുക്ക് ഓപ്പൺ ആക്കണം. അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കാനുള്ള ഭാഗമാണ്. ബട്ടൺസും അതിൻ്റെ ആ ഹോളും വെച്ച് കൊടുക്കാനുള്ള പീസ് നമുക്ക് ആ ഒരു തുണി വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ആ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബാക്ക് പീസാണ് കേട്ടോ. അത് നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ബാക്ക് പീസാണ്. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ നടുഭാഗം മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസിൽ ചെയ്തില്ലേ അതുപോലെ തന്നെ 2 ഇഞ്ച് മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ ബാക്ക് പീസിൽ നമ്മൾ ഈ ഫോൾഡായി കിടക്കുന്ന ഭാഗത്തൊന്നും ചെയ്യുന്നില്ല. നമ്മൾ താഴെ നിന്ന് ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അല്ല, ഇതുപോലെ നമ്മൾ ഇങ്ങോട്ട് ചെരിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും നമ്മൾ ചെയ്യണത് നല്ല മാറ്റമുണ്ട്. അപ്പോൾ രണ്ട് വിധത്തിലാണ് നമ്മൾ കട്ട് ചെയ്യണത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ 2 ഇഞ്ച് ഭാഗത്തേക്ക് ഇതുപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് പീസ് ആ ഒരു താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് നെക്ക്, അതായത് ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ എടുക്കുന്നത് അതായത് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നെക്ക് എടുക്കുന്നത് 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. കോളറൊക്കെ വെച്ച് കൊടുക്കാനുള്ളതുകൊണ്ട്. പിന്നെ താഴേക്ക് ലെങ്ത്ത് എടുക്കുന്നത് 1.25 ഇഞ്ചാണ് കേട്ടോ. ആ ഒരു അളവ് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി ഇങ്ങനെ റൗണ്ടായിട്ട് വരച്ചു കൊടുത്തിട്ട് അതേപോലെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പീസ്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഫ്രണ്ട് ഭാഗം ഇതുപോലെ എടുക്കുക. എന്നിട്ട് രണ്ടാക്കാം. നമ്മൾ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് നമ്മളിതാ നല്ല ഭാഗം വരുന്ന രീതിയിൽ ആ സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ 2 സൈഡിലും നമുക്ക് എന്ത് ചെയ്യണം, ബട്ടൺസും അതുപോലെ ഹോൾസ് ഇടാനുള്ള ആ ഒരു പ്ലാക്കറ്റ് അതവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയിലുള്ള, പിന്നെ ഈ ഒരു ലെങ്ത്തിലും വരുന്ന 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ 3 ഇഞ്ച് വീതിയുള്ള ഈ ഒരു പീസിൽ ഒരു സൈഡ്, ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്കായിട്ട് മടക്കിയിട്ട് നമുക്ക് നീളത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് കേട്ടോ, ഒരു സൈഡ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസില്ലേ, നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഭാഗം, ഇത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെക്കണം. ചീത്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഈ ഒരു പീസിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം അല്ലാത്ത മറ്റേ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കണം. മറ്റേ സൈഡിൽ നമ്മൾ ഒരു സൈഡിലേക്ക് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ചീത്ത ഭാഗത്ത് മറ്റേ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ആ വക്കിലൂടെ നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്ത് എക്സ്ട്രാ ഉണ്ട്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ തയ്ച്ചിട്ട് നമുക്കൊന്നുകൂടി ഇങ്ങോട്ടൊന്ന് മറിച്ച് കൊടുക്കണം. മറിച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗം ഒന്നും കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷം അപ്പോൾ നമ്മൾ നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മുടെ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. മുകളിലേക്കുള്ള ആ വരുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യാം. ഇതേ രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ബട്ടൺസ് വെക്കാനുള്ള ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ആ ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ.
ഇതേപോലെ നമുക്ക് കിട്ടുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അപ്പുറ സൈഡിലും ഈ ഒരു സൈഡിലും കൂടി അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും അതേപോലെ ഒരേപോലെ ഇങ്ങനെ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ബട്ടൺസ് വെക്കാനും ഒന്ന് നമുക്കതിനുള്ള ഹോൾസ് ഇടാനും. നമുക്കതിൻ്റെ നെക്ക് കട്ട് ചെയ്യണം. ഇതിന് ശേഷം നമ്മളത് ആ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് നല്ല ഭാഗങ്ങൾ, രണ്ട് തുണിയുടെയും നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഈ ഭാഗം കറക്റ്റായിട്ട് പിടിക്കണം. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാക്കറ്റ് ആ ഭാഗം കറക്റ്റ് രണ്ടും ഒരുമിച്ച് വെച്ച് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നെക്ക് വിടുത്ത് നമ്മൾ എടുക്കുന്നത് 3 ഇഞ്ച് തന്നെയാണ്. നമ്മൾ ബാക്ക് പീസിൽ 3 ഇഞ്ച് എടുത്തതുകൊണ്ട് അതേ ലെങ്ത്ത് തന്നെയാണ് നമ്മൾ നെക്കിൻ്റെ വിടുത്തിൻ്റെ ഭാഗത്ത് ഇടുന്നത്. 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് റൗണ്ടായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ ഇതുപോലൊന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് അതേപോലെ തന്നെ ആ ഒരു വരച്ച ആ ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി നമുക്കൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്യണം, ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. നമ്മൾ ബാക്ക് ഭാഗത്തിൻ്റെ ബാക്ക് പീസില്ലേ അതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതി, അതായത് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കണം. ഇപ്പോൾ കാണുന്നത് ബാക്ക് പീസിൻ്റെ ചീത്ത ഭാഗമാണ് കേട്ടോ. ഈ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ തമ്മിൽ ഒന്ന് കൂട്ടി തയ്ക്കാം. അപ്പോൾ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലീവ് വരെ ഉണ്ടാവും, അറ്റം വരെ ഉണ്ടാവും. ഇവിടെ മുതൽ നമ്മൾ ഈ ഒരു അറ്റം വരെ നമുക്ക് തയ്ച്ചെടുക്കണം. നീളത്തിൽ നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാം, നല്ല സ്റ്റിച്ച് ചെയ്ത് തരാം. അതേപോലെ തന്നെ ഇപ്പുറം ഭാഗവും ഈ സൈഡും അതേപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ ഭാഗം മുതൽ സ്ലീവിൻ്റെ എൻഡ് ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം. അപ്പോൾ നമ്മളിതിൽ വേറൊരു കൈക്കുഴി വെക്കുക അല്ലെങ്കിൽ സ്ലീവ് വേറെ അറ്റാച്ച് ചെയ്യുക ഒന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നാലും ഒരു വെറൈറ്റി നല്ലൊരു അടിപൊളി മോഡൽ ഡിസൈനുമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ രണ്ട് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതേ രീതിയിൽ നമുക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലീവും കൂടി അതിൽ അറ്റാച്ച് ചെയ്ത് വരികയാണ്. നമുക്ക് സെപ്പറേറ്റ് സ്ലീവ് പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് കറക്റ്റാക്കി വെക്കുമ്പോൾ നമുക്ക് കണ്ട നമ്മുടെ ഫ്രണ്ട് പീസിനേക്കാൾ ഇറക്കം കൂടുതലാണ് ബാക്ക് പീസ്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മുടെ ടോപ്പ് രണ്ട് സൈഡ് കൂട്ടി രണ്ട് സൈഡ് നമുക്ക് കൂട്ടി തയ്ക്കണമല്ലോ. ആ തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ സ്ലീവ് ഒന്ന് സെറ്റാക്കണം. നമ്മൾ സ്ലീവ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് താഴെ ഭാഗം നമ്മൾ മടക്കി തയ്ക്കുക എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ മടക്കി തയ്ക്കുകയല്ല ചെയ്യണത്, അവിടെയും ചെറിയൊരു പ്ലാക്കറ്റ് പോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. എക്സ്ട്രാ ഒന്നിങ്ങനെ ഒരു ചെറിയൊരു ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് വെക്കുമ്പോൾ അതിന് ഈ ഒരു ലെങ്ത്തിൽ, അതായത് ആ സ്ലീവ് റൗണ്ടിൻ്റെ അതേ ലെങ്ത്തിൽ നമ്മൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് സ്ലീവ്സിന് വേണ്ടിയിട്ട് രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മുടെ ബട്ടൺസ് വെക്കാൻ വേണ്ടി ചെയ്തില്ലേ, അതേപോലെ നമ്മൾ ആദ്യം ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സ്ലീവിൻ്റെ ചീത്ത ഭാഗത്ത് അതുപോലെ സ്റ്റിച്ചിങ് കാണുന്ന ആ ഭാഗമല്ലേ ചീത്ത ഭാഗത്ത് ആദ്യം നമ്മൾ ആ തയ്ക്കാത്ത ആ ഒരു ഭാഗം, ഈ ഒരു പീസിൻ്റെ നമ്മൾ ആദ്യം ഉള്ളിലേക്ക് മടക്കി തയ്ക്കാത്ത ആ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പുറം ഭാഗത്തേക്ക് ഒന്ന് മറിച്ച് മടക്കി കൊടുക്കണം. നമ്മൾ നമ്മുടെ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം തയ്ച്ചെടുക്കാം. രണ്ട് സ്ലീവ്സിലും ഇതുപോലെ തയ്ച്ചെടുക്കാം. നമ്മുടെ ഈ മുൻഭാഗത്തിൽ ഇത് തയ്ച്ചില്ലേ, ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം രണ്ട് സ്ലീവിൻ്റെ എൻ്റെ ഭാഗം തയ്ച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. 5 ഇഞ്ച് വീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2-2.5 ഇഞ്ച് വീതിയിലുള്ള പ്ലാക്കറ്റാണ് കിട്ടുക. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര വീതിയിലുള്ള ഒരു ഈ ഒരു വീതിയിലുള്ള പ്ലാക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് ഇതേ രീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ട് രണ്ട് സ്ലീവ്സിലും ചെയ്തിട്ടുണ്ട്.
സ്ലീവിൻ്റെ എൻ്റെ ഭാഗമൊക്കെ തയ്ച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടോപ്പിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൂട്ടി തയ്ച്ചത് ഇതുപോലെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ താഴ്ഭാഗം, നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗം കൂടി മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ മടക്കി തയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ചീത്ത ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതുപോലെ രണ്ടായി ചെറിയ മടക്കാക്കി ഒരു അരയിഞ്ച് വീതിയിൽ രണ്ട് മടക്കി ഫ്രണ്ട് പീസിൻ്റെ തന്നെ മറ്റേ ഭാഗത്ത് എത്തുന്നത് വരെ നമുക്കൊന്ന് മടക്കി തയ്ച്ച് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് മടക്കി തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് കോളറും കൂടി വെച്ചാൽ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടോ. കോളർ വെക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഡ്രസ്സ് കറക്റ്റ് സെൻറ്റർ ഭാഗം മടക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ബട്ടൺസ് ഓളൊക്കെ വെക്കാനുള്ള ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ കൂട്ടിയ ആ ഒരു ഭാഗവും കറക്റ്റായി വരണം. ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വരണം. അതുപോലെ ഷോൾഡർ കൂട്ടിയ ഭാഗം കറക്റ്റായി വന്നാൽ കറക്റ്റ് നമുക്ക് രണ്ടായിട്ട് മടക്കി കിട്ടും. എന്നിട്ട് ഈ ഒരു അളവാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതുപോലെ ഉണ്ടാക്കി മടക്കിയിട്ടുള്ള അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അളന്ന് ഈ ഒരു അറ്റത്ത് വരുന്നത് ഇതുപോലെ എടുക്കാം. അപ്പോൾ അതെനിക്ക് 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്, ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവാസ് അതുപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 10 ഇഞ്ച് വീതിയിൽ അവിടെ നമ്മൾ 10 ഇഞ്ച് ലെങ്ത്തിൽ ആദ്യം നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ ഒന്ന് 10 ഇഞ്ച് ലെങ്ത്തിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് ഇങ്ങോട്ട് 3 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് വീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ഇഞ്ച് വീതിയുള്ള കോളറാണ് വെച്ചെടുക്കുന്നത്. എന്നിട്ട് ഈ ഭാഗം കൂടി നമുക്ക് 10 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതും 10 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം അവിടെ ഒന്ന് 1.25 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ഇട്ടു. ഇവിടെ ഈ താഴെ നിന്ന് ഇങ്ങോട്ടായിട്ട് ഒരു 1.25 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ്, അതായത് 3 ഇഞ്ച് ലെങ്ത്തും 1.25 ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തിയിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ രണ്ട് ആയിട്ട് വരച്ചു കൊടുക്കാം. രണ്ടും രണ്ടായിട്ട് ഇങ്ങനെ നമുക്ക് കാണുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. 3 ഇഞ്ച് ലെങ്ത്തിൽ 1.25 ഇഞ്ച് ലെങ്ത്തും കേട്ടോ. ഇതുപോലെ വരച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ താഴെയുള്ള ഭാഗം ഇവിടെ നമ്മളൊന്ന് ഈ ഭാഗം ഒന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊരു ഷേപ്പാക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒന്ന് ചെരിച്ചു വരച്ചു കൊടുക്കാം. നമുക്കൊരു ഏകദേശം ഒരു കോളർ ഒരു ഷേപ്പ് കിട്ടുമല്ലോ. ഇനി ഇവിടെ ഈ ഫോൾഡായി കിടക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് താഴെ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഈ രീതിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. വരച്ചു കൊടുത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. പെട്ടെന്ന് പറഞ്ഞു പോകണം എന്താ വെച്ചാൽ നമ്മൾ കോളർ വെച്ച് വെക്കുന്ന വീഡിയോ ഒരുപാട് നമ്മുടെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പീഡായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഷേപ്പിലാണ് നമുക്ക് നമ്മുടെ കോളർ വെക്കാനുള്ള ക്യാൻവാസ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഈ ഒരു തുണിയിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. തുണിയുടെ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് അയൺ ചെയ്യാൻ. 2 തുണിയുണ്ട്. നമ്മൾ 2 തുണിയിലാണ് ഇത് അയൺ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതേ ഷേപ്പിൽ നമ്മൾ അയൺ ചെയ്ത് അതേപോലെ ആ ക്യാൻവാസ് നമ്മൾ 2 ക്ലോത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഭാഗം മുകൾ ഭാഗവും ഇവിടെ വരെ കറക്റ്റ് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ ഇവിടുത്തെ കൂടിയിട്ട് ഇവിടെ വരെ ഈ 2 അറ്റം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. താഴ്ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട. ആ ഒരു മുകൾ ഭാഗത്തും ആ 2 സൈഡിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 2 ക്ലോത്തിലും വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. ആ 2 ക്ലോത്ത് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്തൂടായിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കൊന്ന് ക്ലോത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ക്യാൻവാസിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ അടുത്തൂടെ കേട്ടോ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് താഴ്ഭാഗം നമുക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം. നമുക്ക് നല്ല ആ ഉള്ളിൽ മറിച്ച് കൊടുക്കണം. ക്ലോത്ത് ഒന്ന് ക്യാൻവാസ് ഉള്ളിൽ വരുന്ന രീതിയിലൊന്ന് മറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറിക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കാം.
ഇവിടെയൊക്കെ കറക്റ്റാക്കാൻ വേണ്ടി നമുക്ക് പെൻസിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കറക്റ്റാക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഈ രീതിയിൽ എല്ലാ ഭാഗവും നമുക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്യാൻവാസുള്ള നമ്മുടെ ആ തുണിയിൽ ക്യാൻവാസുള്ള ഭാഗമല്ലേ, ഈ ഒരു ഭാഗത്തുള്ള ഈ അരയിഞ്ച് വീതിയിലെ തുണി നമുക്ക് ഉള്ളിലേക്ക് ക്യാൻവാസിലേക്ക് ഇതുപോലെ മടക്കിയിട്ടൊന്ന് തയ്ച്ചെടുക്കണം. ക്യാൻവാസുള്ള ഭാഗം മാത്രമാണ് ഞാൻ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ടോപ്പിൻ്റെ കോളർ വെക്കാനുള്ള ആ ഒരു ഭാഗത്തിൻ്റെ നമ്മൾ നടുഭാഗം നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. നമുക്ക് സെൻറ്റർ ഏതാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്യാൻവാസിലെ ഈ ഒരു തുണിയിലും കൂടി സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടാക്കി കറക്റ്റാക്കി പിടിച്ച് മടക്കിയിട്ട് കണ്ടോ ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെറുതായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു 2 ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കണം. ഇതുപോലെ നമ്മുടെ ടോപ്പ് എന്താ വെച്ചാൽ ചീത്ത ഭാഗത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ഇപ്പോൾ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് മെഷീനിൽ വെച്ചിട്ട് ഈ ക്യാൻവാസ് അല്ലാത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, തുണിയുണ്ടല്ലോ, അതാണ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. അത് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് 2 കട്ടിങ്ങും കാണുന്ന രീതിയിൽ ഒരുമിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ വീണ്ടും നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തിന് എത്തിയിട്ട് മറ്റേ സൈഡിലേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ക്യാൻവാസുള്ള ഭാഗം നമുക്ക് നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരുപാട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വിശദമായിട്ട് ഇങ്ങോട്ട് പറയാത്തത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അടിപൊളിയാക്കി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളറും സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയുള്ളൂ നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ബട്ടൺസ് ഹോളൊക്കെ ഞാൻ പുറത്ത് ഷോപ്പിൽ കൊണ്ട് വെക്കാറാണ് പതിവ്. ഹോളൊക്കെ അവർ കുറഞ്ഞ പൈസക്ക് തന്നെ അങ്ങനെ ബട്ടൺസ് ഹോളൊക്കെ വെച്ച് തരും. അപ്പോൾ ഞാനങ്ങനെ ചെയ്തെടുക്കാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി നമ്മൾ റെഡിമെയ്ഡ് ടോപ്പിനെയൊക്കെ പോലെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ്. നമുക്കിപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക തുണിയൊക്കെ കിട്ടിയാൽ വെറും 130 രൂപയാണ് മീറ്ററിനുള്ളത്. അപ്പോൾ 1.5 മീറ്റർ തുണി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് റെഡിമെയ്ഡ് ടോപ്പിനെ പോലെ ഇത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ആവില്ലേ. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മോള് ഇട്ടിട്ടുള്ള ലാസ്റ്റ് ലുക്ക്. നല്ല റെഡിമെയ്ഡ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷർട്ട് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോൾക്കാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെയുള്ള ലൂസായിട്ടുള്ള ചെറിയ ടോപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. ജീൻസിലേക്കും സ്കേർട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഇതുപോലെ ഇഷ്ടപ്പെടുന്ന മക്കൾക്കൊക്കെ നമ്മളൊന്ന് ഇതുപോലൊന്ന് തയ്ച്ച് നോക്കും. റെഡിമെയ്ഡൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾക്കും ഈ ഒരു വീഡിയോ, ഈ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.